അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കലാകുന്നില്ല. ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടില്ല. വിശ്വസിക്കുമെന്ന് പറയുമെന്ന് വിശ്വസിക്കാനാകുന്നില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, LDF-ലെ ഈ പ്രതിപക്ഷ നേതാവ് പദവി കഴിഞ്ഞ കുറെ കാലമായിട്ട് CPI-യും CPM-ഉം തമ്മിൽ നടക്കുന്ന ചർച്ചാ വിഷയമാണ്. ആ ചർച്ചയിൽ CPI-യുടെയും CPM-ന്റെയും ഇവിടുത്തെയും ഡൽഹിയിലെയും നേതാക്കന്മാരും ഘടകങ്ങളും ഇൻവോൾവ് ആണ്. ഇതൊരു തർക്ക വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്രകാരം ഒരു രീതിയിൽ സഖാബ് പിണറായി വിജയൻ പറയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അഥവാ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന പദവിക്ക്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കുന്ന ഒരു പ്രസ്താവന അല്ല അതെന്ന് പറയാൻ നിർബന്ധിതനാണ്. എല്ലാ വിനയത്തോടെയും ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു വിഷയത്തിൽ LDF-ന്റെ പൊതു രാഷ്ട്രീയത്തിന്റെ രീതിയിൽ തക്ക വിഷയങ്ങൾ തീർക്കേണ്ടത് ഉഭയകക്ഷി സംഭാഷണം വഴിയാണ് എന്ന ഒരു പൊതു അപ്രോച്ചുണ്ട്. ആ അപ്രോച്ച് ഇരിക്കെ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിട്ട് രണ്ട് പാർട്ടികളും മാറ്റിവെച്ച വിഷയത്തിൽ ഏകപക്ഷീയമായി അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് LDF-ന്റെ സംസ്കാരത്തിന് നിലക്കുന്ന പ്രസ്താവനയായില്ല എന്ന് ഞാൻ എല്ലാ സ്നേഹത്തോടെയും എല്ലാ വിനയത്തോടെയും അറിയിക്കുന്നു. ആയിക്കോട്ടെ, എനിക്കിതേ പറയാനുള്ളൂ. CPI-യുടെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം ദീർഘകാലമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. അത് ഒരു തർക്ക വിഷയമാണെന്ന് അങ്ങിപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വിഷയത്തിൽ അത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPM-ന് തന്നെയാണെന്ന് LDF-നെ നയിക്കുന്ന LDF-ന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഏതരത്തിലാണ് അംഗീകരിക്കാൻ കഴിയുക? അതല്ല ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്രകാരം തക്ക വിഷയത്തിൽ CPI-യും CPM-ഉം ഇവിടെയും ഡൽഹിയിലും ചർച്ചയ്ക്കായി മാറ്റിവെച്ച വിഷയത്തിൽ, ചർച്ച നടക്കുന്ന വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയ്ക്കും അദ്ദേഹം വഹിക്കുന്ന പദവിക്കും ആ പ്രസ്താവന നിരക്കുന്ന ഒന്നല്ല എന്ന് എല്ലാ വിനയത്തോടും കൂടി ഞാൻ പറഞ്ഞു. ഒരു വട്ടം പറഞ്ഞു, വീണ്ടും പറയണോ? നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന കാര്യമൊക്കെ CPI പരിഗണിക്കും. അതൊക്കെ CPI-ക്ക് വിട്ടുതരിക. ഇതിനകത്ത് CPI എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിക്കൊരു അഭിമാനം ഉണ്ടാവും. ആ അഭിമാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് CPIM-ന്റെ ആളായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്ത് ഉണ്ടാവുക. ഞാൻ കൊടുക്കുകയാണ് പിണറായി വിജയൻ ഷാർപ്പായി പറയുകയാണ്. CPI-യുടെ അഭിമാനത്തിന് വിലയിടാൻ ഒരു നേതാവിനും അവകാശമില്ല, ഒരു മാധ്യമത്തിനും അവകാശമില്ല. ആ അവകാശം ജനങ്ങൾക്കും CPI-ക്കും മാത്രമുള്ളതാണ്.